സഹനടൻ വേഷങ്ങളിലൂടെയും വില്ലൻ വേഷങ്ങളിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതനായ നടനാണ് വിജയകുമാർ. നരസിംഹം, പ്രജ തുടങ്ങിയ സിനിമകളിൽ വിജയകുമാർ ചെയ്ത വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ ഇപ്പോൾ വിജയകുമാർ സിനിമാരംഗത്ത് സജീവമല്ല. മകൾ അർത്തന ബിനുവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം നടനെ കുറച്ചു നാൾ മുമ്പ് വാർത്തകളിൽ നിറച്ചിരുന്നു. അർത്തന സിനിമകളിൽ അഭിനയിക്കുന്നതിനോട് വിജയകുമാറിന് താല്പര്യമില്ല. എന്നാൽ അച്ഛനുമായി അർത്തന അകൽച്ചയിലാണ്. വിജയകുമാർ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോയതാണ്. അമ്മയാണ് അർത്തനയെയും അനിയത്തിയെയും വളർത്തിയത്. മകളുടെ സിനിമാ കരിയറിനെ ശക്തമായി എതിർക്കുന്ന വിജയകുമാർ ഒരിക്കൽ അർത്തന താമസിക്കുന്ന വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി പ്രശ്നമുണ്ടാക്കി. അന്ന് പിതാവിനെതിരെ പരസ്യമായി അർത്തന രംഗത്ത് വരികയുണ്ടായി. മകളെ സിനിമാ മേഖലയിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിച്ചതിനെക്കുറിച്ച് മുമ്പൊരിക്കൽ വിജയകുമാർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. 23-ാം വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ചു. പ്രണയവിവാഹമായിരുന്നു. എൻ്റെ ഭാര്യ ബിനു അന്ന് MG കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ പ്രണയമായിരുന്നു. ഞാൻ കോളേജിൽ സെക്കൻഡ് ഇയർ ആയിരുന്നപ്പോൾ അവൾ ഫസ്റ്റ് ഇയർ ആയിരുന്നു. മകൾ നല്ല രീതിയിൽ പഠിക്കുന്നു. കലാപരമായി ഒന്നുമില്ല. ഇടയ്ക്ക് മകൾ മുത്തുഗൗ എന്ന സിനിമയിൽ അഭിനയിക്കുകയുണ്ടായി, സുരേഷ് ഏട്ടൻ്റെ മകൻ്റെ കൂടെ. എൻ്റെ അറിവോടെ ആയിരുന്നില്ല. മകളുടെ മീഡിയ കമ്മ്യൂണിക്കേഷൻ എന്ന കോഴ്സിനെ പറ്റി പിന്നീടാണ് അറിയുന്നത്. കോളേജിൽ പോയപ്പോൾ അവിടെ വെച്ച് ഇതേക്കുറിച്ച് പറഞ്ഞു. വിജയകുമാറെ, ഇതൊരു കോഴ്സാണ്. അവരുടെ സ്വപ്നങ്ങൾ സിനിമയാണെന്ന് അവർ പറഞ്ഞു. അച്ഛൻ സിനിമയിലാണല്ലോ എന്ന് ഫ്രണ്ട്സും പറയുമല്ലോ. പക്ഷെ വേണ്ട മോളെ, നമുക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. മോശമായിട്ടല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് വേണ്ട എന്നാണ്. അതിൻ്റെ പേരിൽ പരിഭവവും പിണക്കവും ഒക്കെ ഉണ്ടായി. അതൊക്കെ തീർത്തു. ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നുവെന്നും വിജയകുമാർ അന്ന് പറഞ്ഞു. അതേസമയം അച്ഛനുമായി അർത്തന ഇപ്പോഴും അകൽച്ചയിലാണെന്ന സൂചന മാത്രമല്ല, അർത്തന ഇപ്പോൾ സിനിമാ രംഗത്ത് സജീവവുമാണ്. അടുത്തിടെ റിലീസ് ചെയ്ത അന്വേഷ് പിൻ കണ്ടെത്തു എന്ന സിനിമയിൽ ശ്രദ്ധേയ വേഷമാണ് അർത്തനയ്ക്ക് ലഭിച്ചത്. തെലുങ്ക്, തമിഴ് സിനിമാ രംഗത്തും അർത്തന ഇന്ന് സജീവമാണ്. ടോളിവുഡിലാണ് നടി അഭിനയത്തിൽ തുടക്കം കുറിച്ചത്. അമ്മയാണ് അർത്തനയുടെ എല്ലാം. അമ്മയെക്കുറിച്ച് അടുത്തിടെ നടി സംസാരിക്കുകയുണ്ടായി.